നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് സെന്റ് ജോസഫ് യൂണിറ്റിലെ ആലങ്ങാട്ടുകാരൻ അബി സിസിലിയുടെ ഭവനത്തിലാണ്. സോ വെൽക്കം ബാക്ക് ടു ബാരക് മൂഡ് ഡേ 3. ക്രിസ്മസ് ബ്രിങ്സ് ഹോപ്പ്, റൈറ്റ്? അപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി കൊണ്ടുവരുന്ന ഒരു ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിവരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഈ ഭവനത്തിൽ ഒരു ന്യൂ ബോൺ ബേബിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരും വേഗം കേട്ടാലോ. സോ ലെറ്റ്സ് ഡിഗ് ഇൻ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ എന്താണ് ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാ പരിപാടി? ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഓക്കെ. എൻ്റെ പേര് സുസിലി, എൻ്റെ ഭർത്താവ് അബി. ആള് മരിച്ചിട്ട് ഇപ്പൊ 3 വർഷം ഫെബ്രുവരിക്ക് ആവും. ഇതെന്റെ മൂത്ത മോൻ ബിബി സുബിൻ, രണ്ടാമത്തെ മോൻ ബിബിൻ, ഇത് മൂത്ത മരുമകള് വിബിത, ഇത് രണ്ടാമത്തെ മരുമകൾ റോസ്മി, ഇത് മൂത്ത മോൻ്റെ മൂത്ത കുട്ടി ഐവാൻ, ഇത് മൂത്ത മോൻ രണ്ടാമത്തെ കുട്ടി ഇവാന, ഇത് താഴെയുള്ള മോൻ്റെ കുട്ടി മിൽക്ക ഹബ. ഓക്കെ, അപ്പൊ നമ്മുടെ മിൽക്കയാണ് ഇവിടുത്തെ ന്യൂ ബോൺ ബേബിയും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും കാര്യങ്ങളിലാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താലോ? ഈ വർഷത്തെ ക്രിസ്മസിന് ഞങ്ങളുടെ അതിഥി കൂടി വന്നിട്ടുള്ളതാണ് മിൽക്ക ഹവ, ഇന്ത്യയും റോസ്മിയുടെ മകളാണ്. ഇവളിനാണ് ഈ പ്രാവശ്യത്തെ വൈബ് ഞങ്ങൾ. പിന്നെ പേരൻസ് ആയിട്ട് എൻ്റെ റോസ്മിയുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ബാക്കി ഇനി വൈഫ് റോസ്മി പറയട്ടെ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് മദർഹുഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ എൻ്റെ കാര്യം എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയായിരുന്നു ക്രിസ്മസിന്. പക്ഷെ ഈ പ്രാവശ്യം അവൾ എൻ്റെ മടിയിലാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ത്രില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് പാതിര കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഇവളെയും കൊണ്ടിട്ട്, അതായത് ഇപ്പൊ പള്ളിയിൽ പോകുമ്പോഴുണ്ട്, പക്ഷെ ആ രാത്രിയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ഉണ്ണീശോട് ചെന്നും ആദ്യമായിട്ട് എൻ്റെ കയ്യിലൊരു ഉണ്ണിവാവ, അതൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആണ് ഇപ്പൊ ഞാൻ ഇപ്പൊ. ഓക്കെ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആയിരിക്കും ഈ പ്രാവശ്യം. നമ്മുടെ അനിയന്റെ ഇപ്രാവശ്യത്തെ എക്സൈറ്റ്മെന്റും ആ ഒരു വൈബൊക്കെ ഇപ്പൊ കേട്ടു. അപ്പൊ ചേട്ടന് എന്താണ് ഈ ഒരു ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോ കഴിഞ്ഞ കൊല്ലം വരെ 2 പേരുണ്ടായിരുന്നല്ലോ കുട്ടിമക്കളായിട്ട്. ഇക്കൊല്ലം ഒരാളും കൂടി കമ്മായി. ഞാനും ചിന്നനും ചെറുപ്പത്തില് പള്ളിയിലേക്കൊക്കെ പോയിരുന്നതിനേക്കാളും ഒന്നുകൂടി കൂടുതൽ ഇപ്പൊ എനിക്കും മക്കളായി, അവനും മക്കളായി. ഞങ്ങൾ ചെറുപ്പത്തിൽ അപ്പച്ചന്റെയും അമ്മയുടെയും കീഴിലായിരുന്നു പോയിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഇപ്പൊ ഒന്നുകൂടി അപ്പച്ചല്ലേ ഇപ്പൊ ഇത് കാണാൻ, അതില് അങ്ങനത്തെ ഒരു സാഡ് ഉണ്ട്. ആള് കൂടെ സന്തോഷിക്കുന്നുണ്ടാവും. നമുക്ക് നമ്മുടെ പറഞ്ഞോ ബേബി, പറ ബേബി, എങ്ങനെയാണ് ക്രിസ്മസ്? ഞാനിവിടെ വന്നതിന് ശേഷമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഞാനൊരു ഹിന്ദു ആയിരുന്നു, ക്രിസ്ത്യനിലോട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന് വെച്ചാൽ കരോള് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് പാതിര കുർബാന ഉണ്ട്, അതുപോലെ ഓരോരോ എന്താ പറയുന്നത് വീട് പുൽക്കൂട് നിർമ്മാണം ഉണ്ട്, അതുപോലെ വീട് ഡെക്കറേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവളെയായിട്ട് അടിച്ചു പൊളിക്കുക ഇപ്രാവശ്യത്തെ ക്രിസ്മസ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് വാസ് സോ സാറ്റിസ്ഫൈയിങ് ആൻഡ് എന്താ പറയാ നല്ലൊരു വൈബ്. ഓക്കെ, നമ്മുടെ ഇവാൻ ആൻഡ് ഐവാൻ, നിങ്ങൾക്ക് എന്താ പറയാളെ? മിൽക്ക ബേബി വന്നിട്ട് ഹാപ്പി ആണോ? ആണോ? മിക്കൂസ് എന്നാണ് വിളിക്കാറ്. അപ്പൊ മിക്കൂസിന്റെ കൂടെയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അല്ലേ? അപ്പൊ എങ്ങനെയാ അടിച്ചു പൊളിക്കില്ലേ? മിക്കൂസിനെ കൊണ്ട് പാതിര കുർബാനക്കൊക്കെ പോവില്ലേ? എന്നിട്ട് നീ അവിടെ ഇരുന്ന് ഉറങ്ങും, മിക്കൂസ് ഫുള്ള് കുർബാന കാണും. ഉറങ്ങോ? ഇല്ല.
നമുക്ക് എല്ലാരും കൂടിയിട്ട് ഒരു കേക്ക് കൊടുത്താലോ? ഉണ്ണിയുടെ തലയിൽ സംഭവം. വയ്ക്കാൻ പാടില്ല. പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലോ? ഓക്കെ, റെഡി? 1 2 3 ഹാപ്പി ക്രിസ്മസ്. സോ നമ്മുടെ ഭാരത് മോർ ഡേ 3 ഇവിടെ അവസാനിക്കുകയാണ്. സോ നാളെ വേറൊരു വീടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് ബൈ ബൈ. ഹാപ്പി ക്രിസ്മസ്.